ഹലോ നമസ്കാരം, ഏവർക്കും സിനൈ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള ഒരു ഗാർഡൻ മാതൃകയാണ് ഉണ്ടാക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചെടികളുടെയും കൃഷികളുടെയും കൂടുതൽ വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മാതൃക ഉണ്ടാക്കുവാനായിട്ട് 1.5 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ കുപ്പിയുടെ മുകൾ വശത്ത് 2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുകയാണ്. മുറിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണിത്. ഇതുപോലെ തന്നെ കുപ്പിയുടെ താഴ്വശത്ത് ഏകദേശം 3 ഇഞ്ച് ഉയരത്തിൽ ചുറ്റിലും ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി ഈ കുപ്പിയുടെ മുകൾ വശത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇരുവശത്തും ഒരേപോലെ 2 സെന്റിമീറ്റർ വീതം ഗ്യാപ്പ് ഇടുക. ബാക്കിയുള്ള ഭാഗം മുറിക്കുക. ഒരു ചെറിയ ഷാർപ്പ് ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം പിന്നീട് കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. ഇത് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൈയൊന്നും മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ നൈഫൊക്കെ സ്ലിപ്പായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതിന്റെ ഇരുവശത്തു നിന്നും നേരെ താഴേക്ക് താഴെ മാർക്ക് ചെയ്ത ഭാഗം വരെ മുറിക്കുക. ഇരുവശത്തും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ മുകളിൽ മുറിച്ച ഭാഗത്ത് 2 സെന്റിമീറ്റർ ഇടവിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത ഭാഗം വരെ മുറിച്ചെടുക്കുക. ഇനി മുറിഞ്ഞ ഓരോ പീസിനെയും ചെറുതായിട്ട് താഴേക്കൊന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു ഭാഗമാണ് നമ്മൾ മടക്കി താഴേക്ക് ഉറപ്പിക്കുന്നത്. ഇനി താഴ്ഭാഗത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്ത് നിന്നും 2 സെന്റിമീറ്റർ താഴ്ത്തി വീണ്ടും വൃത്താകൃതിയിൽ മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് നിന്നും മുകളിൽ മുറിച്ചിട്ടുള്ള ഭാഗങ്ങളുടെ നേരെ താഴെ 2 സെന്റിമീറ്റർ ചെറുതായിട്ടൊന്ന് ചായ്ച്ച് മുറിച്ചു കൊടുക്കുക. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ മുകളിലുള്ള ഭാഗങ്ങളെ നമ്മൾ വളച്ച് ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ടത്. അപ്പോഴാ മുറിച്ച പീസിന്റെ അറ്റം കയറുന്ന വിധത്തിൽ ചായ്ച്ചൊന്ന് മുറിച്ചു കൊടുക്കുക. മുകളിൽ എത്ര പീസുകൾ മുറിഞ്ഞിട്ടുണ്ടോ അത്രത്തോളം തന്നെ താഴെ മുറിക്കേണ്ടതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, മുകളിൽ മുറിച്ച ഓരോ പീസിനെയും താഴേക്ക് മടക്കി ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി ഉള്ളിലേക്ക് വെക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട മുറിക്കാതിരുന്ന ഭാഗം മാത്രം ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ബന്ധിപ്പിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി ഇത് നമുക്ക് തൂക്കിയിടുവാനായിട്ട് കുപ്പിയുടെ അടപ്പിന് നടുക്ക് ചെറിയൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് നല്ല കട്ടിയുള്ള പൊട്ടാത്ത ടോയിൻ കടത്തി ഉറപ്പിക്കുക. ഇപ്പോഴും നമ്മുടെ ഗാർഡൻ മാതൃകയുടെ ആദ്യ ഭാഗം റെഡിയായിട്ടുണ്ട്.
ഇനി അടുത്ത പരിപാടി ഈ കുപ്പിയെ നമുക്ക് ഇഷ്ടമുള്ള പെയിന്റുകൾ അടിച്ച് മനോഹരമാക്കുക എന്നതാണ്. ഞാനിവിടെ യെല്ലോ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്പ്രേ ബോട്ടിൽ പെയിന്റ് ആണ് വാങ്ങിയത്. ഇത് നമുക്കിനി കളർ ചെയ്ത് മനോഹരമാക്കാം. കുപ്പിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പെയിന്റ് ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തണം. ഞാനിതിന്റെ മുകൾ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഇത് പെയിന്റ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഞാനിവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒന്ന് മുറിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയത്. അപ്പോഴിത് ചെയ്യുന്നവരെ ഇതുപോലെ മുറിച്ചതിന് ശേഷം മാത്രം പെയിന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗാർഡൻ മോഡൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നടിൽ മിശ്രിതം നിറച്ച് നമുക്ക് ചെടികൾ നടാം. ഞാനിവിടെ 10 മണി ചെടികളാണ് ഇതിലേക്ക് നടാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ നട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഇത് നമ്മുടെ ബാൽക്കണിയിലും സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാൻ വേണ്ടി സൂപ്പറാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് സിനൈഫാമിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്നതാണ്. അത് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്